വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം കലാപമായി മാറിയ ബംഗാളിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നു. സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് അർദ്ധസൈനിക വിഭാഗത്തെ കേന്ദ്രം അയച്ചു. വഖഫ് ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പാക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ബംഗാളിലെ വഖഫ് വിരുദ്ധ സമരം, വഖഫ് ഭേദഗതിക്ക് എതിരായ സമരം കലാപമായി മാറുന്നു. പക്ഷേ ഇത് നിയന്ത്രിക്കാൻ കേന്ദ്രം സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ നിയമം നടപ്പാക്കില്ല എന്ന് ആവർത്തിക്കുകയാണല്ലോ മുഖ്യമന്ത്രി മമത. ഗൗതം അനന്തനാരായണൻ. വിനോദ്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുകയാണ്. ഒരു ഭാഗത്ത് കലാപം നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ മുസ്ലിം ഭീകരവാദികളെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ വഖഫ് ഭേദഗതി നിയമം പശ്ചിമ ബംഗാളിൽ നടപ്പാക്കില്ല എന്ന് വീണ്ടും വീണ്ടും മമതാ ബാനർജി ആവർത്തിക്കുന്നത്. അതേസമയം സംഘർഷം രൂക്ഷമായ മുർഷിദാബാദ്, മാൽഡ, അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗാനാസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കേന്ദ്രം അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം BSFനെയാണ് ഏറ്റവും രൂക്ഷമായ അക്രമം നടന്ന മുർഷിദാബാദിൽ വിന്യസിച്ചത്. അവിടെ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം പ്രദേശങ്ങളിൽ BSFും അതോടൊപ്പം തന്നെ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിരിക്കുകയാണ്. ബംഗാളിലേക്ക് ഇപ്പോൾ 17 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രം സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സൈന്യത്തെ വിന്യസിച്ചത്. ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ സമരം കലാപമായി മാറുന്നു. അവിടെ കേന്ദ്ര സേനയെ പ്രത്യേകമായി വിന്യസിക്കുകയാണ്. എന്നാൽ നിയമം നടപ്പാക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.